സംസ്ഥ കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ നിലവിലെ കേരള സംസ്ഥാനത്ത് സ്കൂളുടെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചർച്ചകൾ നടന്നുവെങ്കിലും ആവശ്യങ്ങൾ നേടാത്ത ഒരു സമയമായതുകൊണ്ട് മാനേജ്മെന്റ് നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരത്തിന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ വിശദീകരണങ്ങൾ നേതാക്കന്മാർ അറിയിക്കും. ഇതിൽ അത്ഭുതമായിട്ടുള്ളത് ഇവിടെ പങ്കെടുത്ത നിങ്ങൾ ഓരോ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. സംസ്ഥയുമായിട്ട് എന്ത് പത്രത്തിലെ വാർത്തകൾ വരുമ്പോഴും അതിനോട് പരിപൂർണമായിട്ട് സഹകരിക്കുന്ന ഈ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ SKMM നടത്തുന്ന ഈ പത്രസമ്മേളനത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ളത് SKMM സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഈ പുത്തനൈ മൊയ്തീൻ ഫൈസി അവരുകളാണ്. അതുപോലെ തന്നെ സംസ്ഥ വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ മാനേജർ ബഹുമാനപ്പെട്ട K. മൊയ്തീൻ മാസ്റ്റർ, SKMM സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി KKS തങ്ങൾ വെട്ടിച്ചിറ, സ്റ്റേറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള PK ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി, KM കുട്ടി എടക്കുളം, അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ കാളമ്പാറ, KP കോയ കോഴിക്കോട് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ വിശദീകരണവും നൽകുന്നതിന് വേണ്ടി മുത്തനീസ്ഥാനെയും K. മൊയ്തീൻ മാസ്റ്ററെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സ്വതപ്രസംഗത്തിൽ അഡ്വക്കേറ്റ് നാസർ സാഹിബ് ഈ പത്രസമ്മേളനത്തിൻ്റെ ആവശ്യകത നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പരിചയപ്പെടുത്തൽക്ക് ആവശ്യമില്ലാത്ത 100 വർഷം തികയാൻ ഏതാനും മാസങ്ങൾ കാത്തിരിക്കുന്ന 100ാം വാർഷികം ആഘോഷിക്കുന്ന മഹത്തായ ആദർശ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ ഈ 100 വർഷത്തിൻ കാലത്തിനുള്ളിൽ സമസ്തക്ക് ഇവിടെ നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യങ്ങളെല്ലാം ഈ ജനസമൂഹത്തിന് നന്നായി അറിയുന്നതാണ്. യാതൊരുവിധ അസ്വാരസ്യങ്ങളുമില്ലാതെ ജനങ്ങൾക്കിടയിൽ സമാധാനവും ശാന്തിയും വളർത്താൻ വേണ്ടി പ്രയത്നിച്ച കേരളത്തിലെ മത സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ച് മതം സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ ഒന്നാമത്തെ കീഴ്ഘടകമാണ് ലോകത്ത് പ്രാഥമിക മദ്രസ രംഗത്ത് ഒരു ഏജൻസിക്കും കഴിയാത്ത വിധം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് 11,000-ഓളം മദ്രസകൾക്ക് അംഗീകാരം നൽകി 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏതാണ്ട് 1,10,000-ഓളം വരുന്ന അധ്യാപകന്മാർ മുഅല്ലിമുകൾ സേവനം ചെയ്യുന്ന ഒരു രംഗം. അത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹത്തായ പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനാണ് ഈ സമര പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് മഹാനായ ഞങ്ങളുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കൂർ തങ്ങൾ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അന്ന് തന്നെ രേഖാമൂലം ഒരു അപേക്ഷ ഈ സ്കൂൾ സമയമാറ്റത്തിൽ പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മീറ്റിംഗ് ചേർന്ന് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിനൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടിയോ അതല്ലെങ്കിൽ ഒരാലോചനയോ കൂടിയാലോചനയോ ഒന്നുമില്ലാത്ത രീതിയിൽ ആ സമയമാറ്റ പ്രക്രിയ ഇവിടെ ഗവൺമെൻറ് നടപ്പാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ശക്തമായ പിന്തുണയോടുകൂടെ പൂർണ്ണമായ പിന്തുണയോടുകൂടെ ഈ സമയമാറ്റത്തിൽ നിന്ന്
ഗവൺമെൻറ് നമ്മളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യക്ഷമായ സമരപരിപാടിയിലേക്ക് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനം ഈ വരുന്ന 10-ാം തീയതി മറ്റന്നാൾ 10 മണിക്ക് ഞങ്ങൾ ഇവിടെ കോഴിക്കോട് ടൗൺ ഹാൾ വെച്ച് നമ്മുടെ നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ആൾക്കാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമര പ്രഖ്യാപന സംഗമം തീർക്കാൻ പോവുകയാണ്. ആ സമര പ്രഖ്യാപന സംഗമത്തിൽ ഈ സംഘടനയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സീനിയർ മെമ്പർ കൂടിയായ അംസംസ്യാർ KT അംസംസ്യാർ വയനാട് അവറുകൾ അധ്യക്ഷം വഹിക്കും. മഹാനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ SKSFന്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ SKMMയുടെ സ്റ്റേറ്റ് ഖജാജി കൂടിയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഈ മഹത്തായ സമരപ്രഖ്യാപന സന്ദേശം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി മൗലാന MT അബ്ദുൽ മുസ്ലിയാർ നിർവഹിക്കും. അതുപോലെ സംസ്ഥാന നേതാക്കന്മാർ, സമസ്തയുടെ നേതാക്കന്മാർ, അതുപോലെ സംഘടനാ ഘടകങ്ങളുള്ള നേതാക്കന്മാർ ഒക്കെ ആ പരിപാടി സംബന്ധിക്കും. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സാഹിബ് അവറുകളും അതുപോലെ മായൻ കുട്ടി സാഹിബ് അവറുകളും വഖഫ് ബോർഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ സമയമാറ്റത്തെ സംബന്ധിച്ചുമൊക്കെ 2 ക്ലാസ്സിലൂടെ ജനങ്ങളെ തെര്യപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ടൗൺ ഹാൾ സാക്ഷിയാകാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റൈറ്റ് എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം സ്കൂളിൻ്റെ പ്രവൃത്തി ദിവസങ്ങൾ 220 ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട്. അതിനനുസരിച്ച് കോടതിയിൽ കുട്ടികൾക്ക് പഠന സമയം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം ലഭ്യമാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ വിധിയുണ്ട്. ആ വിധി കുട്ടികളെ സംബന്ധിച്ചും അതോടൊപ്പം രക്ഷിതാക്കളായ നമ്മയൊക്കെ സംബന്ധിച്ചുള്ള RTE പറയുന്നത് പോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടണം എന്നതിൽ തർക്കമില്ല. പക്ഷെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം, കേരളത്തിൻ്റെ സാഹചര്യം, കേരള എഡ്യൂക്കേഷൻ റൂൾസ് പ്രകാരം കൃത്യമായ ഒരു രൂപരേഖ നേരത്തെ ഉണ്ടാക്കി വെച്ച് അതനുസരിച്ചാണ് പോകുന്നത്. നമുക്ക് കോടതി വിധി ഉണ്ടെങ്കിൽ തന്നെ ഈ സമയം നേരത്തെ നമുക്ക് വർക്കിംഗ് കലണ്ടർ പ്രകാരം അതിനനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ പഠന സമയത്തിൽ വേണ്ടത്ര കിട്ടുന്നില്ല, പല അവധികളും വരുന്നു. ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ നമുക്കറിയാം എത്രയോ അവധികൾ കാലവർഷക്കെടുതി മൂലം പ്രഖ്യാപിച്ചു. ഇതൊക്കെ നമുക്ക് ലോസാണ്. കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് ബാധിക്കുന്ന പ്രവൃത്തി ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം. 2 മാസം ഏപ്രിൽ മെയ് മാസങ്ങൾ ഞാനൊരു 29 വർഷം സ്കൂൾ അധ്യാപകനായി സേവനം ചെയ്ത് പിരിഞ്ഞാളാണ്. ഒരു ഇൻസ്പെക്ടർ തസ്തിയിൽ നിന്നാണ് ഞാൻ വിരമിച്ചുള്ളത്. അതിനുശേഷമാണ് സംസ്ഥയുടെ മാനേജറായിട്ട് ഞാൻ ചുമതലയേറ്റു. എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആൾ ഷാവുൽ മാസ്റ്റർ ഇപ്പോഴും TGC പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യാണ്. നേരത്തെ ഗവൺമെൻറ് തലത്തിൽ സ്കൂൾ അധ്യാപകനായിരുന്നു. SSA റിട്ടയർഡ് ചെയ്താണ്. പലരും അധ്യാപകരുണ്ട്, ഞങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ഈ ആവശ്യമായിട്ടുള്ള ദിവസങ്ങളും സമയങ്ങളും ഒക്കെ കിട്ടാൻ ധാരാളം അവസരങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അവധികൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് വളരെ കൂടുതലാണ്. അവധികളെ സംബന്ധിച്ച് വാദിക്കുന്നവരാണ് ഞങ്ങൾ. ആനുകൂല്യത്തിന് വേണ്ടി അധ്യാപകർ എന്നുള്ള നിലക്ക് അതിന് ഒരു ദിവസം പോലും നഷ്ടപ്പെട്ട നിലക്ക് സമരം കാര്യങ്ങളൊക്കെ നടത്തുന്നവരാണ്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഈ അവകാശം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രമീകരിക്കാവുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 2 മാസം മുഴുനീളെ 60 ദിവസം നമുക്ക് വെക്കേഷനുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടുള്ള വിശേഷാൽ അവധികൾ വേറെയുമുണ്ട്. പിന്നെ സാറ്റർഡേ നമുക്ക് മിക്കവാറും ഒഴിവുണ്ട്. ചില സാറ്റർഡേ ഒക്കെ വർക്കിംഗ് ഡേ മാറ്റുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്കൊന്ന് ഇരുന്ന് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഇതിനാവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതയും കേരളത്തിലുണ്ട്. ഈ സാധ്യതകളൊക്കെ നിലനിൽക്കെ ഏകപക്ഷീയമായി സ്കൂൾ സമയം രാവിലെ 1/4 മണിക്കൂറും വൈകുന്നേരം 1/4 മണിക്കൂറും എടുത്തുകൊണ്ട് 1/2 മണിക്കൂർ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ മദ്രസ വിദ്യാർത്ഥികളുടെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ
ഇവരെല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ വരുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണിക്ക് അവസാനിപ്പിക്കുന്ന ഒരു കലണ്ടർ പോലെ. മറ്റൊരു കലണ്ടർ രീതി നേരത്തെ ഉണ്ടായിരുന്നു, മാപ്പിള സ്കൂൾ കലണ്ടർ, മുസ്ലിം സ്കൂൾ കലണ്ടർ രീതി ഉണ്ടായിരുന്നു. താരതമ്യേന കുറവാണ്, നേരത്തെ വളരെ കൂടുതൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ സ്വാഭാവികമായിട്ട് ജനറൽ കലണ്ടർ സിസ്റ്റത്തിലേക്ക് വന്നു. അത് കോംപ്രമൈസ് ആയി സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു. ഒറ്റപ്പെട്ട കലണ്ടർ ഇത് മാത്രമാണ് ഈ മാപ്പിള കലണ്ടർ പ്രകാരം അവലംബിക്കുന്നത്. ആ കേരളത്തിലെ പാരമ്പര്യ സിസ്റ്റം ആ രീതി ഫോളോ ചെയ്ത് തുടർന്ന് വരുന്നത് കൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കോട്ടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മുൻപന്തിയിൽ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സിസ്റ്റം തെറ്റുമ്പോൾ അത് പൊതുസമൂഹത്തിലും പ്രത്യേകിച്ച് മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയക്രമം ഇങ്ങനെ വ്യക്തികളുള്ള കെടുതിയും അതിന്റെ പ്രയാസങ്ങളൊക്കെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ, അത് സംസ്ഥയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിബ്രീൽ തങ്ങൾ കഴിഞ്ഞ 11-ാം തീയതി, ജൂൺ മാസം 11-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത ഒരു പൊതുവേദിയിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് നേരിട്ട് മെമ്മോറാണ്ടം സമർപ്പിക്കുകയും അവിടെ ജിബ്രീൽ തങ്ങളുടെ പ്രസംഗത്തിൽ ഇക്കാര്യം ഇതിന്റെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ ആ സന്ദർഭത്തിൽ തന്നെ മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ലീഡേഴ്സ് ഉള്ള അവിടെ വെച്ച് പരസ്യമായി ഈ ആവശ്യം ഉന്നയിക്കുകയും ശേഷം ജിഫ്രി തങ്ങൾ തന്നെ ഒപ്പുവെച്ച സംസ്ഥയുടെ നിവേദന മെമ്മോറാണ്ടം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇതിനെ കമന്റ് നിങ്ങൾ മുമ്പ് നിങ്ങൾ സമീപിച്ചാൽ പറഞ്ഞു, ഇത് അങ്ങനെ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഭാഗത്തിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ചർച്ച ചെയ്യാം എന്ന രീതി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അത് കമന്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച് സ്വാഭാവികമായിട്ടും അതിന് അനുകൂലമായിട്ടൊരു സമീപനം ഉണ്ടാവും, നമ്മൾ ചർച്ചയ്ക്ക് വിളിക്കും, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു രീതി ഉണ്ടാക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കാത്തിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ഗവൺമെന്റ് അത് നിലപാട് അനുകൂലമായ നിലപാടെടുത്തില്ല എന്ന് മാത്രമല്ല, ആ നേരത്തെ ആരോടും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളിപ്പോ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ കെടുതികൾ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹൈസ്കൂൾ മാത്രമല്ലേ എന്നുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ 1 മുതൽ 10ാം ക്ലാസ് വരെയും പ്ലസ് ടു ഉൾപ്പെടെയുള്ള ധാരാളം സ്കൂളുകളുണ്ട്. അതോടൊപ്പം LP, UP, ഹൈസ്കൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ധാരാളം സ്കൂളുകളുണ്ട്. ഇവിടെ 2 സമയം ക്രമീകരിക്കുന്നതിന് സ്കൂൾ അധികർക്ക് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ മൊത്തം 9:45 ക്രമീകരിക്കുകയും വൈകുന്നേരം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആക്കി മാറ്റുകയും ചെയ്തു. അതിനു പുറമെ നേരത്തെ തന്നെ ചില സ്കൂളുകളൊക്കെ സ്വാഭാവികമായിട്ടും ആ സമയത്തിലൊക്കെ ക്രമം തെറ്റിച്ച് അങ്ങനെ പോകുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി വന്നപ്പോൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു സിസ്റ്റത്തിൽ പോകുന്ന 2.5 മണിക്കൂർ അവർ കിട്ടുന്ന 3 പീരീഡ് അങ്ങനെയാണ് വ്യവസ്ഥാപിതമായി കേരളത്തിലെ മദ്രസ സംസ്ഥയുടെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ സംവിധാനം എല്ലാവരും മാതൃകയായി കാണിക്കുന്ന അതോടെ ഡിപ്പാർട്ട്മെന്റ് പോലും സർക്കാർ തലത്തിലുള്ള ചർച്ച പോലും നടക്കാറുണ്ട്. ഈ TPP കാലഘട്ടത്തിൽ അന്ന് ഞാൻ പങ്കെടുത്ത പല യോഗങ്ങളും AOമാര്, DOമാര്, DDമാര്, DPI ഉൾപ്പെടെയുള്ളവർ പറയാറുണ്ട്, മദ്രസ അധ്യാപകർക്കുള്ള ഒരു സിസ്റ്റം, അവിടെ പോരുന്ന ഈ റേഞ്ച് യോഗങ്ങൾ, അവിടെയുള്ള സിസ്റ്റം, അവിടുത്തെ പരീക്ഷ, അവിടുത്തെ എക്സാം, അവിടെയുള്ള കാര്യങ്ങൾക്ക് നമുക്കും പ്രാവർത്തിയാക്കാൻ പറ്റുന്ന ഒട്ടേറെ സംഗതികൾ അതിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് കേരളത്തിലെ മദ്രസ പ്രസ്ഥാനം മാതൃകാപരമായി സിസ്റ്റമാറ്റിക് പോകുന്ന ഈ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോഴും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിലുള്ള ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് പറഞ്ഞു, കേരളത്തിലെ ഈ സാമൂഹ്യ അന്തരീക്ഷം, ഈ സാഹോദര്യം, ഈ സ്നേഹബന്ധം ഇവിടെ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം സംസ്ഥയുടെ സാന്നിധ്യം, സംസ്ഥയുടെ ഇവിടെയുള്ള പ്രവർത്തന ഫലമാണ് എന്ന് പറഞ്ഞു. ഈ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് ഈ സാമൂഹ്യ അന്തരീക്ഷം, ഈ സാഹോദര്യം, ഈ സ്നേഹം ഇത് ഊട്ടപ്പെട്ട് നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സന്ദേശമാണ് കൈമാറുന്നത്. അതുകൊണ്ട് സിസ്റ്റം തെറ്റിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യ മാതിരി അല്ലെ മറ്റു പ്രദേശങ്ങളിലെ പോലെ കേരളം ആയിക്കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരും. അതുകൊണ്ട് ഈ മദ്രസ സംവിധാനം ഇവിടെ നിലനിൽക്കുന്ന ഈ സിസ്റ്റത്തിൽ യാതൊരുവിധ കോട്ടവും വരുത്താതെ എന്നാൽ സ്കൂളിന് ആവശ്യമായ സമയം കിട്ടാവുന്നത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അത് ചർച്ചയ്ക്ക് പരിഹരിക്കാവുന്ന എല്ലാ സാഹചര്യവും കേരളത്തിലുണ്ട്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിന് ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് സമസ്ത ജമിയത്തുൽ ഉലമയുടെ 14 പോഷക ഘടകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകമാണ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. അതിന്റെ അഡ്രസ്സിലാണ് ഇപ്പോൾ ഈ സമരം ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. 10-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഇതിന്റെ പ്രഖ്യാപനം നടത്തുന്നു. എന്തൊക്കെ രീതിയിലുള്ള സമരമാണ് അന്ന് പ്രഖ്യാപിക്കും, അത് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം അതിൽ ഉണ്ടാവണം എന്നുകൂടി അറിയിക്കാം. താങ്ക് യു. എങ്ങനെയാണ് ഈ പഠനത്തെ നേരിട്ട് ഇത് ബാധിക്കുന്നത്? 15 മിനിറ്റ് രാവിലെ വൈകിട്ടുമാണ് മാറ്റം. ഈ ഷെഡ്യൂളിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് നിങ്ങളുടെ പഠന ഷെഡ്യൂൾ? ഞങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ രാവിലെ 6:30-7 മണിക്കൊക്കെയാണ് മദ്രസ ആരംഭിക്കുന്നത്. അപ്പോൾ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 9:30 മണി വരെയാണ് മദ്രസയിൽ സമയം കിട്ടുന്നത്. പിന്നെ 10 മണിക്ക് കുട്ടികൾ എന്ത് ചെയ്യും, ഓൾറെഡി വാഹനം ഉപയോഗപ്പെടുത്തിക്കോ
അല്ലെ സ്വന്തം വാഹനത്തിലോ ബസ് മാർഗേനോ ഒക്കെ കുട്ടികൾ മാത്രം സ്കൂളിലെത്തുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1/4 മണിക്കൂർ നേരത്തെ സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ 1/4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏതായാലും 5-10 മിനിറ്റ് മുമ്പ് നേരത്തെ എത്തേണ്ടി വരും കുട്ടി. ഇവർ കറക്റ്റ് 9:45 എന്ന് പറയുന്നപ്പോൾ അവർ 10-15 മിനിറ്റ് നേരത്തെ എത്തണം. മദ്രസ അതിനനുസരിച്ച് അവരുടെ പഠനത്തെ ബാധിക്കും. 1/4 മണിക്കൂർ നേരത്തെ മദ്രസയിൽ നിന്ന് കുട്ടികളെ വിടണം. ചിലപ്പോൾ 1/4 മണിക്കൂർ മതിയാവില്ല. അതുകൊണ്ട് വൈകുന്നേരം സ്വാഭാവികമായിട്ട് കുട്ടി വൈകുന്നേരത്ത് പിന്നെ അത്ര വലിയ ബാധിക്കും. രാവിലത്തെ ഈ ടൈമാണ്. 2007 ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. MAB വിദ്യാഭ്യാസ മന്ത്രിയായ സന്ദർഭത്തിൽ പാഠ്യപദ്ധതി ചട്ടക്കൂട്ടി സ്കൂൾ സമയം രാവിലെ 8 മണി മുതൽ ആക്കാനുള്ള നിർദ്ദേശം വന്നിരുന്നു. അന്ന് നമ്മൾ ശക്തമായ പ്രക്ഷോഭം നടത്തി. വിദ്യാഭ്യാസ മന്ത്രി അവസാനം ചർച്ചയ്ക്ക് വിളിച്ചു. അതിന്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഞാൻ. KTF എന്ന് പറയുന്ന അറബി അധ്യാപക പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ബഹുമാനിയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ്, സംസ്ഥ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി കോട്ടുമല ബാപ്പു മുസ്ലിം ചെയർമാനും ഞാൻ KTFന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഞാൻ കോർഡിനേറ്ററുമായി എല്ലാ മുസ്ലിം സംഘടനകളും, മുസ്ലിം സംഘടന പറഞ്ഞ മദ്രസ പ്രസ്ഥാനക്കാരായിട്ടുള്ള എല്ലാ സംഘടനയുടെയും കോർഡിനേഷൻ ഉണ്ടാക്കി അതിശക്തമായി പ്രക്ഷോഭം നടത്തി. അങ്ങനെ അന്ന് സർക്കാർ അതിൽ നിന്ന് പിറകോട്ട് പോയി. അന്ന് 10 മുതൽ 4 വരെ വീണ്ടും ക്രമപ്പെടുത്തിയാണ്. അങ്ങനെ ഒരു ആശയം വന്നിരുന്നു, ഇംപ്ലിമെന്റ് ചെയ്തിരുന്നില്ല. പാഠ്യപദ്ധതി ചട്ടക്കൂടി അങ്ങനെ ഒരു നിർദ്ദേശം വന്നിരുന്നു. പിന്നെ 2008 മറ്റൊരു സംരംഭം ഉണ്ടായത്. മതമില്ലാത്ത ജീവൻ വന്ന് മൊത്തം എല്ലാ സംഘടനകളും ഒന്നിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭമായിട്ട് വന്നു. 2 സമരം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് സമാനമായ രീതിയിൽ ഈ സ്കൂൾ സമയമാറ്റം വീണ്ടും വന്നിരിക്കുന്നു. ജനങ്ങൾ പ്രക്ഷുബ്ധരാണ്, സമൂഹം പ്രക്ഷുബ്ധരാണ്. ഗവൺമെന്റ് അത് കണ്ടറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിപ്പോ എന്താന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു ലീഗിന്റെ ഭാഗത്തുനിന്നോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നോ എന്തുകൊണ്ടാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങളുടെ അജണ്ടയിൽ പെട്ടതല്ല. സമസ്ത മദ്രസ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രമുഖമായ 11,000 മദ്രസ. സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ലീഗ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സംഘടനയാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിശ്വാസികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ശക്തമായി മുമ്പോട്ട് വരുന്ന ഒരു സംഘടന എന്നുള്ള 2007-2008 ലീഗ് ശക്തമായി മുമ്പോട്ട് വന്നിരുന്നു. സമാനമായ രീതിയിൽ മുമ്പോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സാഹചര്യത്തിൽ അല്ല എല്ലാവരുടെയും പിന്തുണ കിട്ടണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് എല്ലാവരും വലതുപക്ഷവും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് സമരവുമായി മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഇതിൽ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ. അവര് ചർച്ചയ്ക്ക് വിളിക്കട്ടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. 2007 ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു. ഞങ്ങൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ മന്ത്രി അന്ന് MAB ആയിരുന്നു, മന്ത്രിയോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞ യോഗത്തിന്റെ തീരുമാനം ഇത് പിൻവലിച്ചതായിട്ട് എന്നെ ഔദ്യോഗികമായിട്ട് അതിന്റെ കോർഡിനേറ്റർ എന്നുള്ളവർക്ക് എന്നിലേക്കാണ് കത്ത് തന്നിരുന്നത്. മന്ത്രി അന്ന് അത് ബോധ്യപ്പെട്ടു. ആ രീതിയിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് സർക്കാരാണ് പറയേണ്ടത്. ജിഫ്രി തങ്ങൾ ഔദ്യോഗികമായിട്ട് നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഒരു യോഗത്തിൽ വെച്ച് ശ്രദ്ധയിൽപ്പെടുത്തി. അനുകൂലമായ തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴാണ് അതിന്റെ പോഷകരമായിട്ടുള്ള മദ്രസയുമായി ബന്ധപ്പെട്ട് വെച്ചതുകൊണ്ട് അതിന്റെ ഇറങ്ങേണ്ട ഘടകം മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത്. അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിനിപ്പോ സർക്കാരാണ് പറയേണ്ടത് എന്തുകൊണ്ടാണ് സർക്കാർ എന്ന് അനുവദിക്കാത്തതെന്നുള്ളത്. ഞങ്ങൾ ന്യായമായ ഒരു ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അനുകൂലമായി ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് അടുത്ത മാർഗത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ഇനിയിപ്പോ സർക്കാരാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. അനുകൂലമായി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് കേരളത്തിന്റെ സിസ്റ്റം അങ്ങനെ തന്നെയാണോ. KR കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ പോരുന്നത്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ബാധിക്കുന്ന രീതിയിൽ മദ്രസ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല ഈ പേരന്റിനും ടീച്ചേഴ്സിനും പോലും ബാധിക്കുന്ന വിഷയമായിട്ട് അവര് തുറന്ന് പറയാൻ ചിലപ്പോൾ പരിമിതികൾ ഉണ്ട്. അത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ചില സ്കൂളിൽ തന്നെ മദ്രസ സിസ്റ്റം ഉണ്ട്. ഞങ്ങൾക്ക് സ്കൂൾ മദ്രസ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. 2 കലണ്ടറാണ് ഞങ്ങൾക്ക്. സ്കൂൾ കലണ്ടറുണ്ട്, മദ്രസ കലണ്ടറുണ്ട്. സ്കൂളുകൾ നടത്തുന്നത് അപ്പോൾ ഗവൺമെന്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ ഇപ്പോൾ അവിടെ മദ്രസ നടത്താൻ കഴിയില്ലല്ലോ. സ്വകാര്യമായിട്ട് സ്കൂളുകൾ ഇപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്ന
സ്കൂൾ കം മദ്രസ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഞങ്ങളനുസരിച്ച് അതിന് കുട്ടികൾക്ക് മതപഠനം കൊടുക്കും. ഇപ്പൊ ക്രസന്റ് ബോഡി മദ്രസ അവിടെ പിരീഡ് അകത്ത് തന്നെ മദ്രസ പഠനം നടത്തുന്നു. അങ്ങനെ പോകുന്ന സിസ്റ്റമുണ്ട്. അവിടെ കുട്ടികൾക്ക് ഇത് ബാധിക്കുന്നില്ല. മദ്രസ വേറെയും പാരലായിട്ട് പോകുന്ന ഇടങ്ങളിലെ കുട്ടികൾക്കാണിത്. അതാണ് ഭൂരിപക്ഷം കുട്ടികൾ. 11,000 വരുന്ന 11 ലക്ഷം കുട്ടികൾ ഈ ഇൻ കേരളത്തിലെ പുറത്ത് വേറെയും കാലാവസ്ഥ പറഞ്ഞ് 12 ലക്ഷത്തിലധികം കുട്ടികൾ എന്ന് പറയാൻ കാരണം ഈ വഖഫടക്കം മറ്റു പ്രശ്നങ്ങളിൽ നേരത്തെ സർക്കാരിനെതിരെയുള്ള പ്രത്യക്ഷ സമരങ്ങളിൽ നിന്ന് അവസ്ഥ മാറിയിരുന്നു. മറ്റു സംഘടനകളൊക്കെ നടത്തുമ്പോൾ പോലും പിന്നീട് ആ സമരങ്ങൾ തോൽപ്പിക്കുന്നതിൽ നിലപാടെടുത്തി. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രത്യക്ഷ സമരത്തിന് വരുന്നതിനാണ്. അല്ല, അതൊക്കെ സംസ്ഥയുള്ള ജമിയത്തുലമ ഔദ്യോഗികമായി പറയേണ്ട ചില സംഗതികളാണ്. എന്താണെന്നുള്ളത് ഞങ്ങളെ പരിമിതി വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങളിത് പറയുന്നത്. ഞങ്ങളിപ്പോ ഈ സ്കൂൾ സമയം മാറ്റം അത് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കൂട്ടരും പ്രവർത്തിക്കേണ്ടവരാണ്. നേതാക്കളുടെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വന്നത്. ഇപ്പോൾ ഈ യോഗം വിളിക്കുന്നതിന് ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ബഹുമാന്യനായ സംസ്ഥയുടെ പ്രസിഡന്റുമായി കൂടിയാലോചിച്ച് ആശയം നടത്തി. ഞങ്ങളിങ്ങനെ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. 10-ാം തീയതി പ്രോഗ്രാം നേരത്തെ അറിയാം. എങ്കിൽ തന്നെ ഒന്നുകൂടി പറഞ്ഞ് നേതാക്കളുടെ ആശീർവാദവും അവരുടെ പിന്തുണയും അവിടെയൊക്കെ അഭിപ്രായം ഒക്കെ തേടിക്കൊണ്ടും ആ നിലക്ക് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ സംസ്ഥയുടെ ഔദ്യോഗികമായിട്ടുള്ള അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയാറുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് പിന്നീട് നമുക്ക് ഈ 10-ാം തീയതി ഏതായാലും ഞങ്ങൾ ഈ അതിന്റെ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. തുടർന്നുള്ള നീക്കം എങ്ങനെയെന്നുള്ള നേതൃത്വമായി കൂടിയാലോചിച്ചിട്ട് ചെയ്യും. ഇപ്പൊ ഞങ്ങളിപ്പോ ഈ മദ്രസ സ്കൂൾ സമയം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ നമ്മുടെ അജണ്ട ഉള്ളത്. മറ്റൊക്കെ പിന്നീട് നേതൃത്വമായി കൂടിയാലോചിച്ച് എങ്ങനെയാന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ ഈ അജണ്ടയും ഇന്നത്തെ ഈ കാര്യവും ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്കൂൾ സമയം മാറ്റവും ബന്ധപ്പെട്ട മറ്റൊക്കെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. സൂപ്പർ ഡാൻസും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സംസ്ഥ പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെതായ രീതിയിൽ അത് കേരളത്തിന്റെ സാഹചര്യത്തിൽ അത് പര്യാപ്തമല്ല. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ഒരു ശാസ്ത്രീയ പഠനമില്ലാതെ ഇങ്ങനെ ഈ നമ്മൾ സാംസ്കാരിക പോലും വിഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തെ നേരത്തെ അപലപിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ സമസ്ത നേതൃത്വം തീരുമാനിക്കുകയും ആലോചിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ ലെവലിൽ ഞങ്ങൾക്ക് അതിനെ പറ്റി ഒന്നും കമന്റ് ചെയ്യാൻ കഴിയില്ല. നിവേദനത്തിനകത്ത് സർക്കാർ അവരുടെ നിലപാട് ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് പറയാനുണ്ടോ? സ്കൂൾ സമയം മാറ്റുമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഈ മദ്രസ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ സ്കൂളിന്റെ പഠന സമയം മാറ്റം വരുത്തരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിൽ ഓൾട്ടർനേറ്റീവ് ഞങ്ങൾക്ക് പറയാൻ സ്വാഭാവിക ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ ഈ സമയം കുട്ടികൾക്കുള്ള സമയം നഷ്ടപ്പെടാതിരിക്കാൻ അതിന് ഓൾട്ടർനേറ്റീവ് പറയാപ്പം നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം. കേരളത്തിന്റെ സാഹചര്യത്തിൽ 2 മാസം വെക്കേഷൻ ഉണ്ട്. അതിന് വേണ്ടി നഷ്ടപ്പെട്ട സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ശനിയാഴ്ച നമുക്ക് അധ്യാപകരുടെ കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ നമ്മുടേതായ ഇഷ്യൂ മാത്രമല്ല, അധ്യാപകർ അത് അവർ പറയുന്നത്. ഞങ്ങൾക്കുള്ള ഓൾട്ടർനേറ്റീവ് നിർദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നഷ്ടപ്പെട്ട ഈ വർഷം എത്ര പ്രവൃത്തി ദിവസം നഷ്ടപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അതിന് വർക്കിംഗ് ഡേ എടുത്ത് ചെയ്യണമല്ലോ. നമ്മൾ കുട്ടികൾക്ക് പഠനത്തെ ബാധിക്കല്ലോ. ഈ കാലവർഷക്കെടുതി മൂലം 5-8 ലീവുകളാണ് നമ്മൾ കോഴിക്കോട് ജില്ലയിലും മറ്റ് സമീപ ജില്ലകളിലൊക്കെ ഇങ്ങനെ ഓരോ അവധികൾ. ഇപ്പൊ നാളെ ഒരു പുതിയ മടി മുടക്കി കുട്ടികൾക്ക് സ്കൂളിൽ എത്താൻ കഴിയില്ല. നഷ്ടല്ലേ? ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അതിനൊക്കെ പരിഹാരം പകരം അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാത്ത രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ക്യാമ്പൊക്കെ ഉണ്ടാവില്ല അധ്യാപകർ. നിങ്ങൾ പറയുന്നത് 2 മാസം അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ ബാധിക്കില്ല. ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത്. കാരണം വെച്ചാൽ ശനിയാഴ്ചകളിൽ ഇപ്പൊ തന്നെ അത് ശനിയാഴ്ചകളിൽ കഴിഞ്ഞ വർഷത്തെ അത്ര ശനിയാഴ്ച പ്രാവശ്യം പുതിയ വർക്കിംഗ് ഡേയ്സിൽ ഇല്ലല്ലോ. ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇക്കൊല്ലത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ ശനിയാഴ്ചകൾ വളരെ കുറവുള്ളൂ. അത് മറ്റു ശനിയാഴ്ചകൾ എടുക്കാവുന്ന കഴിഞ്ഞ വർഷങ്ങൾ എടുത്തിരുന്നല്ലോ. നേരത്തെ നിങ്ങൾ പറഞ്ഞതിന് അധ്യാപകരെ എതിർപ്പ് എന്നാണ് വേറെ വിഷയം വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മദ്രസ നമ്മുടെ അജണ്ട ഇതാണ്. മദ്രസ ഈ സമയത്ത് ബാധിക്കരുത്. അതിന് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടത് ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞത്. ചർച്ചയ്ക്ക് ഒരു തയ്യാറായിട്ടില്ലല്ലോ. ആ ചർച്ചയ്ക്ക് ഒരു തയ്യാറാതെ ഏകപക്ഷീയം നടപ്പാക്കിയെന്നാണ് നമ്മൾ പറയുന്നത്. ചർച്ച ചെയ്യുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും. അങ്ങനെയാണല്ലോ കേരളത്തിലെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു പോകുന്നത്. ഓക്കെ, താങ്ക് യു.